ഗൾഫ് ഫോക്കസ് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഹജ്ജിന് മുമ്പുള്ള അവസാന വെള്ളിയാഴ്ചയായി ഇന്ന് മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന ജുമാ നമസ്കാരത്തിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ജുമാ കഴിഞ്ഞ താമസ സ്ഥലത്തേക്ക് മടങ്ങിയ ഇന്ത്യൻ തീർത്ഥാടകരെ സഹായിക്കാൻ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഹറം പള്ളിയിൽ ജുമാ നമസ്കാരം കഴിഞ്ഞ് താമസ സ്ഥലങ്ങളിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകരാണിത്. അസീസിയയിൽ താമസിക്കുന്ന ഇന്ത്യൻ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം 2 ബസ്സുകൾ കയറിയിറങ്ങി വേണം താമസ സ്ഥലത്തെത്താൻ. സൗദി ഗവൺമെന്റ് ഒരുക്കിയ ബസ്സുകളിൽ കുതൈ പാർക്കിംഗിലേക്ക് പോകും. അവിടെ നിന്ന് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയ ബസ്സുകളിൽ അസീസിയയിലേക്കും. ശക്തമായ ചൂടിൽ തീർത്ഥാടകരെ സഹായിക്കാൻ ഇന്ത്യൻ കോൺസുൽ ജനറലിന്റെ നേതൃത്വത്തിൽ ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും വിവിധ സന്നദ്ധ സംഘടനാ പ്രതിനിധികളുമുണ്ട്. തീർത്ഥാടകർക്ക് വെള്ളം, ജ്യൂസ്, ചെരുപ്പ് തുടങ്ങിയവ ഇവർ വിതരണം ചെയ്യുന്നു. എല്ലാം നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. ഈ ചൂട് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. ഈ 45 ഡിഗ്രി ചൂടിലുള്ള ഈ ഹജ്ജ് ഒരല്പം ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെ ഓവർകം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ രാജ്യം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് വലിയ സന്തോഷമാണ്. ഇന്ന് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. കാരണം പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിലെ വളരെ പുണ്യകരമായ ഒരു ദിവസമാണ് വെള്ളി. അപ്പോൾ അതിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇന്ന് ഹറമിൽ തടിച്ചുകൂടിയിട്ടുള്ളത്. ഹറം പള്ളിയുടെ മറ്റു ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള ബസ് സർവീസുകളുണ്ട്. ഹജ്ജിന് മുമ്പുള്ള അവസാന വെള്ളിയാഴ്ച ആയതുകൊണ്ട് 10,000-കണക്കിന് ഇന്ത്യൻ തീർത്ഥാടകർ ഹറം പള്ളിയിലെ ജുമാ നമസ്കാരത്തിലും ഖുതുബയിലും പങ്കെടുത്തു. ഇവരെ കൃത്യമായി ബസ് കയറ്റി താമസ സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നത് ഹജ്ജിന് മുമ്പ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. ഹജ്ജിന് മുമ്പുള്ള അവസാന വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഹറം പള്ളിയിൽ നടന്ന ജുമാ നിസ്കാരത്തിൽ പങ്കെടുത്തത്. തിരക്ക് കണക്കിലെടുത്ത് ഹറം പള്ളിയിലേക്കുള്ള റോഡുകളെല്ലാം രാവിലെ തന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള പല തീർത്ഥാടകരും ജുമാ നിസ്കരിച്ചത് ഹറം പള്ളിക്ക് പുറത്ത് മറ്റു പള്ളികളിലാണ്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഇന്ത്യയിൽ നിന്ന് തനിച്ച് ഹജ്ജിനെത്തിയ സ്ത്രീകൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിട്ടുള്ളത്. മക്കയിൽ സ്ത്രീകൾക്ക് മാത്രം താമസിക്കാനുള്ള കെട്ടിടങ്ങളും ഡിസ്പെൻസറികളും ആരംഭിച്ചു. മഹ്റം കൂടെയില്ലാതെ 5100 വനിതാ തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയിരിക്കുന്നത്. ഇതിൽ 3400ഓളം തീർത്ഥാടകർ കേരളത്തിൽ നിന്നാണ്. ഇവർക്ക് മാത്രമായി നിരവധി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സൗദിയിൽ. പ്രത്യേക ഹജ്ജ് വിമാനങ്ങൾ ഇവർക്കായി സർവീസ് നടത്തുന്നു. വനിതകൾക്ക് താമസിക്കാനായി മാത്രം 14 കെട്ടിടങ്ങളാണ് മക്കയിൽ നീക്കിവച്ചിരിക്കുന്നത്. ഇതിനു പുറമെ വനിതാ തീർത്ഥാടകരുടെ പരിചരണത്തിനായി വനിതാ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി പ്രത്യേക മെഡിക്കൽ സെന്ററുകളും പ്രവർത്തിക്കുന്നുണ്ട്. വനിതാ തീർത്ഥാടകരുടെ സേവനത്തിനായി പരിശീലനം ലഭിച്ച വനിതാ വളണ്ടിയർമാരാണ് ഇന്ത്യയിൽ നിന്ന് എത്തിയിരിക്കുന്നതെന്ന് കോർഡിനേറ്റർ സൈനബ് സയ്യിദ് പറഞ്ഞു. Apart from these 9, we also have 15 Khadim al-Hujjaj who are taking care of the ground realities, like they are visiting the rooms of the lady pilgrims every day in the morning and evening and finding out if they have any grievances with regard to accommodation or with regard to performance of their religious duties. So Khadim al-Hujjaj is like our grassroots level. മികച്ച സൗകര്യങ്ങളാണ് പുണ്യഭൂമിയിൽ ലഭിക്കുന്നതെന്നും പരമാവധി സ്ത്രീകൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും തീർത്ഥാടകർ അഭിപ്രായപ്പെടുന്നു. I must a big thank you for Mrs. Smriti Irani and the Hajj Committee of India. The services are amazing, unexpected. And the way we were welcomed and the kind of security and transportation, medical, all kind of help is available. So I'm really, really happy and excited. And I want to invite all the women who want to come without mehram. In fact, with mehram, they should come and really explore the kind of, services we are getting over here. The security, even at midnight. 70 വയസ്സ് പിന്നിട്ട വനിതാ തീർത്ഥാടകർക്ക് പ്രത്യേക പരിചരണം നൽകുന്നുണ്ട്. ശക്തമായ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങളുമായാണ് പല തീർത്ഥാടകരും ചികിത്സ തേടിയെത്തുന്നത്. ഇപ്പം എല്ലാവർക്കും സാധാരണയായിട്ടുള്ള സ്ത്രീകൾ കൂടുതലായിട്ടൊന്നും നടക്കാതെയൊക്കെ വീട്ടിലിരിക്കുന്നവരായിരിക്കുമല്ലോ കൂടുതലും. പിന്നെ അവർ കൂടുതലും ഒരു ഏജ്ഡ് ആയിട്ടുള്ളവരാണ് വരുന്നത്. അപ്പോൾ അവർ ഒത്തിരി ഒന്നും നടക്കാതെ ഇവിടെ വന്നിട്ട് തവാഫും പിന്നെ അവർക്ക് ഇത് കാണുമ്പം ഒരു ആവേശമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അത് ആരുടെയും കുറ്റമല്ല. ഇവിടെ വരുമ്പം അവർ ഇത്രയും നാള് കാണാതിരുന്നൊരു സ്ഥലം, ദുആ ചെയ്തൊരു സ്ഥലം നമ്മൾ മുമ്പിൽ കാണുമ്പോൾ ആർക്കായാലും ഒരു ആവേശം ഉണ്ടാവില്ല. അപ്പോൾ അവർ കൂടുതലായിട്ട് ഉംറയും തവാഫും ഒക്കെ ചെയ്താൽ കൂടുതലും വേദന. പിന്നെ ഈ തണുത്ത വെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു വെളിയിൽ നല്ല ചൂട്, അകത്ത് നല്ല AC. അപ്പൊ അത് കാരണം ശ്വാസകോശ സംബന്ധമായിട്ട് കുറച്ച് അസുഖങ്ങൾ, പനിയൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്. ഹറം പള്ളിയിൽ പോയി വരാൻ പ്രത്യേക ഷട്ടിൽ സർവീസുകളും സൗദിയിലെ മറ്റു യാത്രകൾക്ക് പ്രത്യേക ബസ്സുകളുമുണ്ട്. മഹ്റമില്ലാതെ ആദ്യമായാണ് ഇത്രയധികം തീർത്ഥാടകർ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തുന്നത്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. കുവൈത്തിൽ റെസിഡൻസി ഇല്ലാത്ത എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും പൊതുമാപ്പ് നടപടിക്രമങ്ങൾ ഈ മാസം 13-നകം പൂർത്തിയാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. നിയമപരമായ രേഖകളില്ലാത്ത പ്രവാസികൾക്ക് രേഖകൾ ശരിയാക്കാനോ പിഴയടയ്ക്കാതെ രാജ്യം വിടാനോ അനുവദിക്കുന്ന പൊതുമാപ്പ് ഈ മാസം 17-ന് അവസാനിക്കും.
യാത്രാരേഖകളില്ലാതെ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർ 13 മുമ്പ് ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് ഇന്ത്യൻ എംബസി ഓർമ്മിപ്പിച്ചു. GCCയിലെ പ്രമുഖ കാർഗോ കമ്പനിയായ ABC കാർഗോ നടത്തിയ IPL ഫ്രീ ഹിറ്റ് പ്രെഡിക്റ്റ് ആൻഡ് വിൻ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. UAEയിലും സൗദിയിലുമാണ് മത്സരങ്ങൾ നടത്തിയത്. മാർച്ച് മാസത്തിൽ നടത്തിയ മത്സരത്തിൽ UAE, സൗദി എന്നിവിടങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. IPLലെ ഓരോ മാച്ചിലെയും വിജയികളെ പ്രവചിക്കുക എന്നതായിരുന്നു മത്സരം. UAEയിൽ നടത്തിയ മത്സരത്തിൽ മെഗാ സമ്മാനമായ iPhone 15 Pro Maxന് ഇജാസ് സംസ, അഖിൽ കൃഷ്ണ, കിഷോർ കുളങ്ങര ചന്ദ്രൻ, ഹലിഗുൽ ജമാൻ എന്നിവർ അർഹരായി. സൗദിയിൽ മുഹമ്മദ് സിനാൻ, മുഹമ്മദ് അബ്ദുൽ വാഹിദ്, നജുൽ ഷെയ്ഖ്, മുഹമ്മദ് ഇമ്രാൻ ഖാൻ എന്നിവരും വിജയികളായി. IPLലെ ഓരോ മത്സരത്തിലെയും വിജയികളെ പ്രവചിച്ചവരിൽ നിന്ന് ശരിയുത്തരം നൽകിയ തെരഞ്ഞെടുത്ത 142 പേർക്ക് ഓരോ സ്മാർട്ട് വാച്ചുകൾ വീതവും സമ്മാനമായി നൽകും. സമ്മാനങ്ങൾ ഈ മാസം 10 വിതരണം ചെയ്യുമെന്ന് ABC കാർഗോ മാനേജ്മെന്റ് അറിയിച്ചു. അരുൺ പാറട്ട്, 24, ദുബായ്. കുവൈത്തിൽ അവധിക്കാലമായതോടെ യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം. വ്യക്തിഗത വസ്തുക്കളും പാസ്പോർട്ടുകളും മോഷണം പോകുന്ന കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. വേനൽക്കാലമായതോടെ സ്വദേശികൾ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിനാലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. ദുബായിൽ ബൈക്കിടിച്ച് ഗുരുതര പരിക്കുകളോടുകൂടി ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു. കാസർഗോഡ് നീലേശ്വരം കണിച്ചിറ സ്വദേശി നാലുപുരപ്പാട്ടിൽ ഷഫീഖാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. റോഡിലൂടെ നടക്കുന്നതിനിടെ ബൈക്കിടിക്കുകയായിരുന്നു. ദേരയിൽ 4 ദിവസം മുമ്പായിരുന്നു അപകടം. ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ചയാണ് മരിച്ചത്. ഷഫീഖ് 10 വർഷത്തിലേറെയായി ദുബായിൽ കാർ വാഷിംഗ് ജോലി ചെയ്യുകയായിരുന്നു. ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദുബായിലെ പൊതുബീച്ചുകളിലേക്കുള്ള പ്രവേശനം കുടുംബങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിച്ച് ബീച്ചിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അത്യാധുനിക ഉപകരണങ്ങളും 140 അംഗ റെസ്ക്യൂ ടീമിനെയും വിന്യസിക്കും. 65 അംഗ ഫീൽഡ് കൺട്രോൾ ടീം മേൽനോട്ടം വഹിക്കുമെന്നും ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. വാർത്തകളിലേക്ക് വീണ്ടും. വയനാട്ടിൽ റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. ബത്തേരി മൂലങ്കാവ് സർക്കാർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ശബരിനാഥിനാണ് പരിക്കേറ്റത്. ആശുപത്രിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ച ബത്തേരി പോലീസ് നാളെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് അറിയിച്ചു. പ്രാഥമിക അന്വേഷണത്തിന് പിന്നാലെ 5 വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വിശദാംശങ്ങൾ. ശബരിനാഥ് എന്ന വിദ്യാർത്ഥിക്കാണ് റീജിത്ത് ഈ മർദ്ദനം ഏറ്റിരിക്കുന്നത്. അമ്പലവയൽ ലക്ഷ്മി വിഹാറിൽ MG റോഡിൽ താമസിക്കുന്ന ബിനേഷ് കുമാർ സ്മിത ദമ്പതികളുടെ മകനാണ് ശബരിനാഥ്. 15 വയസ്സാണ് പ്രായം. ഈ മൂലങ്കാവ് സർക്കാർ സ്കൂളിൽ പുതുതായി ചേർന്ന വിദ്യാർത്ഥിയാണ്. നേരത്തെ മറ്റൊരു സ്കൂളിലായിരുന്നു ഈ വിദ്യാർത്ഥി പഠിച്ചിരുന്നത്. ഇതിനുശേഷം ഇവിടെ ഈ പുതിയ അധ്യയന വർഷം തുടങ്ങിയപ്പോൾ ഈ സ്കൂളിലേക്ക് മാറുകയായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ സ്കൂളിൽ ഉണ്ടായത്. ഈ കുട്ടി ഭക്ഷണം കഴിച്ചതിന് ശേഷം മറ്റൊരു വിദ്യാർത്ഥി പരിചയപ്പെടാനെന്ന വ്യാജേനെ വിളിച്ചുകൊണ്ടുപോയി. ഇതിനുശേഷം ഈ കുട്ടിയെ ക്രൂരമായ രീതിയിൽ തന്നെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ മൃഗീയമായ രീതിയിലുള്ള മർദ്ദനമാണ് അഴിച്ചുവിട്ടിരിക്കുന്നത്. ഈ കുട്ടിയെ കത്രിക കൊണ്ട് കുത്തി, മുഖത്ത് 2 ഭാഗത്ത് പരിക്കുണ്ട്, നെഞ്ചിൽ കുത്താൻ ശ്രമിച്ചു, അതിന്റെ പാടും നെഞ്ചിലുണ്ട്. കത്രിക കൊണ്ടാണ് കുത്തിയത് എന്നുള്ളതാണ് ലഭ്യമാവുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ ചെവിക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. ഈ കുട്ടി കമ്മൽ ധരിക്കുന്ന കുട്ടിയായിരുന്നു. ഒരു കാതിൽ കമ്മൽ ഉണ്ടായിരുന്നു. ആ കമ്മൽ ഇടിയുടെ ആഘാതത്തിലെ കമ്മൽ ചെവിയുടെ തുളച്ച് അകത്തേക്ക് കയറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ കമ്മൽ ഓപ്പറേറ്റ് ചെയ്താണ് ഈ കമ്മൽ പിന്നീട് വീട്ടുകാർക്ക് ആശുപത്രി അധികൃതർ കൈമാറിയിട്ടുള്ളത്. സാരമായ പരിക്കാണ് ഉള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 കുട്ടികളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷം ഡിസിപ്ലിൻ കമ്മിറ്റി ചേർന്നു. അതിനുശേഷം 5 കുട്ടികളെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് വ്യക്തമാവുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ സ്കൂൾ അധികൃതർ തന്നെയാണ് 2 ടീച്ചർമാർ ചേർന്നാണ് പ്രാഥമിക ചികിത്സ നൽകുന്നതിന്റെ ഭാഗമായി ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് നൂൽപ്പുഴയിൽ തന്നെ എത്തിച്ചത്. അതിനുശേഷം രക്ഷിതാക്കളെത്തി ഈ കുട്ടിയെ ബത്തേരി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ബത്തേരി ആശുപത്രിയിലേക്ക് മാറ്റിയപ്പോൾ ആദ്യഘട്ടത്തിൽ മതിയായ രീതിയിലുള്ള ചികിത്സയെല്ലാം തന്നെ ലഭ്യമാക്കി. പിന്നീട് വൈകിട്ട് ഒരു ഡ്യൂട്ടി ഡോക്ടർ വന്നു. ആ ഡ്യൂട്ടി ഡോക്ടർ ഈ കുട്ടിയെ വേഗത്തിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള സമ്മർദ്ദം രക്ഷിതാക്കൾക്ക് മുകളിൽ ചെലുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു പരാതി. മാത്രമല്ല, ഡ്യൂട്ടി ഡോക്ടർ ശ്രദ്ധിക്കാത്തൊരു സ്ഥിതിയും ഉണ്ടായിരുന്നു എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. അത് മറ്റ് പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയാണ് ഇത്തരത്തിലുള്ള നിലപാട് ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. കുട്ടിയെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്.
കുട്ടിക്ക് വലിയ രീതിയിലുള്ള പരിക്ക് ഉണ്ട്. പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിച്ചു. നാളെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയ വിവരം. എന്തായാലും വലിയ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനം തന്നെയാണ് ഏറ്റിരിക്കുന്നത്. നമ്മൾ പ്രധാനാധ്യാപികയുമായി ഉൾപ്പെടെ സംസാരിച്ചിരുന്നു. അവർ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിരുന്നു. സ്കൂളിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തി. അവരാണ് ഈ കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നതും സ്കൂളിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. പക്ഷേ ആശുപത്രി അധികൃതർ, ഡ്യൂട്ടി ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വീഴ്ച സംബന്ധിച്ച് അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് ഈ ബന്ധുക്കളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. കുട്ടി ഇപ്പോൾ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലേക്ക് NDA പാർലമെന്ററി പാർട്ടി യോഗം നേതാവായി തിരഞ്ഞെടുത്തു. NDA ശക്തമായ സഖ്യ സർക്കാരായിരിക്കുമെന്നും സമവായത്തിലൂടെ മുന്നോട്ട് നീങ്ങുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. EVM-നെ പരിഹസിച്ചവർ നിശബ്ദരായെന്ന് മോദി കുറ്റപ്പെടുത്തി. 10 വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസിന് 100 സീറ്റ് പോലും കിട്ടിയില്ല എന്നും നരേന്ദ്രമോദിയുടെ പരിഹാസം. तो मैंने किसी को पूछा, यार ये तो ठीक है आंकड़े वांकड़े, तो मुझे ये बताओ कि EVM जिंदा है कि मर गया? പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ തന്റെ 10 വർഷത്തെ ഭരണം രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമാണെന്ന ആശയം പ്രതിഫലിപ്പിക്കാനായിരുന്നു നരേന്ദ്രമോദിയുടെ ശ്രമം. 10 വർഷത്തിന് ശേഷവും 100 സീറ്റുകൾ മറികടക്കാൻ കോൺഗ്രസിനായില്ല. 2014-ലും 19-ലും 24-ലും കോൺഗ്രസ് നേടിയ സീറ്റുകൾ കൂട്ടിവെച്ചാൽ പോലും BJP ഇത്തവണ നേടിയ സീറ്റുകളുടെ എണ്ണത്തോടെത്താൻ കോൺഗ്രസിനാകില്ല. ഇന്ത്യ മുന്നണി മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മോദി നിരീക്ഷിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായ ദുഷ്പ്രചരണം നടത്തിയവർ ഇപ്പോൾ മൗനത്തിലാണ്. ये लोग तय करके बैठे थे कि भारत के लोकतंत्र और लोकतंत्र की प्रक्रिया के प्रति विश्वास ही लोगों का उठ जाए और लगातार EVM को गाली देना. और मुझे तो लगता था कि शायद इस बार वो EVM की अर्थी का जुलूस निकालेंगे, लेकिन 4 जून शाम आते आते उनको ताले लग गए. EVM ने उनको चुप कर दिया. തൃശൂരിൽ താമര വിരിയിച്ച പ്രവർത്തകരെ മോദി മുക്തകണ്ഠം പ്രശംസിച്ചു. കേരളത്തിൽ BJP വിജയിക്കുന്നത് തടയാനായിരുന്നു 2 മുന്നണികളുടെയും ശ്രമം. ജമ്മുകാശ്മീരിലതിനേക്കാൾ കേരളത്തിൽ BJP പ്രവർത്തകർ ത്യാഗം സഹിച്ചു. കേരളത്തിലെ വിജയം രക്തസാക്ഷികൾക്ക് സമർപ്പിക്കുകയാണെന്നും മോദി വ്യക്തമാക്കി. केरला हमारे सैकड़ों कार्यकर्ताओं के बलिदान हुए हैं. UDF हो या LDF हो, शायद हिंदुस्तान के राजनीतिक जीवन में इतना जुल्म एक विचारधारा को लेकर के जीने वाले लोगों पर हुआ होगा तो सिर्फ मैं कह सकता हूं केरल में हुआ है. സെൻട്രൽ ഹാളിലേക്ക് എത്തിയ മോദിയെ കയ്യടികളോടെ മുദ്രാവാക്യം മുഴക്കിയാണ് NDAയുടെ MPമാർ സ്വീകരിച്ചത്. എല്ലാവരെയും അഭിവാദ്യം ചെയ്ത മോദി ഭരണഘടനയെ തൊട്ടുതൊഴുതു. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. മൂന്നാം മോദി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ കാര്യത്തിൽ സസ്പെൻസ് തുടരുന്നു. ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷായും പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും തുടരുമെന്നാണ് സൂചന. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഉറപ്പിച്ചു. രാജീവ് ചന്ദ്രശേഖറും മന്ത്രിസഭയിലേക്കെന്നാണ് സൂചന. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും നിർണായക വകുപ്പുകൾ വിട്ടു നൽകേണ്ട എന്നാണ് BJPയുടെ തീരുമാനം. പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷായും തുടരും. S. ജയശങ്കർ, പീയൂഷ് ഗോയൽ അടക്കം 2ാം മോദി മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിമാർ എല്ലാവരും തുടരും. BJP അധ്യക്ഷൻ JP നദ്ദയും മന്ത്രിസഭയിൽ ഇടം പിടിക്കും. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഉറപ്പെന്നാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. രാജീവ് ചന്ദ്രശേഖരനും മന്ത്രിസഭയിൽ ഇടമുണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ നിന്നും സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ മന്ത്രിസഭയിലെടുക്കുന്നതും പരിഗണനയിലുണ്ട്. കർണാടകയിൽ നിന്നും കേന്ദ്രമന്ത്രിസഭയിലേക്ക് 3 മന്ത്രിമാരുണ്ടാകും. റെയിൽവേ വകുപ്പ് വേണമെന്ന നിലപാടിൽ JDU-വും നഗരഗ്രാമവികസന വകുപ്പുകൾ വേണമെന്ന കാര്യത്തിൽ TDP-യും ഉറച്ചുനിൽക്കുകയാണ്. 24, ഡൽഹി. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത മൂന്നാം മോദി സർക്കാരിനെ തുടക്കം മുതൽ ആക്രമിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഓഹരി വിപണി സംബന്ധിച്ച് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണവും നീറ്റ് പരീക്ഷയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചുള്ള കനയ്യകുമാറിന്റെ നീക്കവും ഇതിന്റെ സൂചനയാണ്. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത പശ്ചാത്തലത്തിൽ തൽക്കാലം പ്രതിപക്ഷത്തിരിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചതിനു പിന്നിൽ വ്യക്തമായ പദ്ധതികളുണ്ട്. ക്രിയാത്മക പ്രതിപക്ഷമായി സർക്കാരിന്റെ പാളിച്ചകൾ തുറന്നുകാട്ടുകയാണ് പ്രധാന ലക്ഷ്യം. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും മുമ്പ് തന്നെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ ഓഹരി കുംഭകോണം ആരോപണവുമായി രാഹുൽ ഗാന്ധി തന്നെ രംഗത്തെത്തി. To investigate the role of the Prime Minister, the role of the Home Minister, role of BJP members,
and also those people who have done these fake exit polls. And finally, we want to understand who are the people, these foreign investors, who did these trades. So we want an investigation for that. മുൻപ് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകാൻ രണ്ടാം നിര മൂന്നാം നിര നേതാക്കളെ ഇറക്കിയിരുന്ന ബി.ജെ.പിക്ക് ഇത്തവണ പ്രതിരോധത്തിനായി മുതിർന്ന നേതാവ് പീയൂഷ് ഗോയലിനെ തന്നെ രംഗത്തിറക്കേണ്ടി വന്നു. തൊട്ടു പിന്നാലെ നീറ്റ് പരീക്ഷയിൽ അഴിമതി ആരോപണവുമായി കനയ്യകുമാറും രംഗത്ത് വന്നു. कि आप देश के बच्चों के भविष्य से खेलना बंद कीजिए, युवाओं के भविष्य से खेलना बंद कीजिए, समय पर एग्जाम कराइए, धांधली को रोकने के लिए, पेपर लीक को रोकने के लिए कड़ा कानून बनाइए और अभी जो नीट का मामला है उसकी जो है पुनर्समीक्षा कीजिए. തുടർച്ചയായ ആരോപണങ്ങളിലൂടെ നരേന്ദ്രമോദിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ തകർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പാർലമെന്റ് സമ്മേളിച്ചാൽ ആക്രമണ ശൈലിയിൽ തന്നെ മുന്നോട്ടു പോകാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. പ്രതിപക്ഷ ആരോപണങ്ങൾ NDAയ്ക്കുള്ളിലെ വിള്ളലുകൾ പ്രയോജനപ്പെടുത്താനാണ് ഇന്ത്യ മുന്നണിയുടെ പദ്ധതി. 24 ഡൽഹി. കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ കയ്യാങ്കളി. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയെ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും സംഘവും കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതി. അസാധാരണ സാഹചര്യം KPCC പ്രസിഡന്റ് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. മൂന്ന് ദിവസങ്ങളിലായി DCC ഓഫീസിന് മുന്നിലുണ്ടായ പോസ്റ്റർ പ്രതിഷേധങ്ങളാണ് സംഘർഷത്തിന്റെ കാരണം. മുരളീധരൻ അനുകൂലിയായ കോൺഗ്രസ് പ്രവർത്തകൻ സുരേഷുമായി DCC പ്രസിഡന്റ് സംസാരിക്കുന്നതിനിടയിൽ തർക്കമുണ്ടായി. ഇത് ചോദ്യം ചെയ്യാനെത്തിയ തന്നെ പ്രസിഡന്റ് ജോസ് വള്ളൂരും സംഘവും കയ്യേറ്റം ചെയ്തതായാണ് സജീവന്റെ പരാതി. ആരാണ് മർദ്ദിച്ചത്? ജോസ് വള്ളൂരിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട സജീവൻ ഓഫീസിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വിവരമറിഞ്ഞ് കെ മുരളീധരൻ അനുകൂലികൾ DCC ഓഫീസിലേക്ക് സംഘടിച്ചെത്തിയതോടെ ഇരുകൂട്ടരും ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലി. KPCC നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് മുതിർന്ന നേതാവ് PA മാധവൻ ഓഫീസിലെത്തി ഇരുകൂട്ടരുമായി സംസാരിച്ചു. സമവായ ചർച്ചകൾക്ക് ശേഷം സജീവൻ കുര്യച്ചിറയെ ആശുപത്രിയിലേക്ക് മാറ്റി. KPCC പ്രസിഡന്റ് കെ സുധാകരൻ ദേശീയ നേതൃത്വത്തെ വിവരങ്ങൾ ധരിപ്പിച്ചു. മറ്റന്നാൾ കെ സുധാകരൻ തൃശൂരിൽ എത്തുമെന്നാണ് സൂചന. 24 തൃശൂർ. തൃശൂരിൽ സുരേഷ് ഗോപിയോട് തോറ്റ കെ മുരളീധരനെ BJPയിലേക്ക് സ്വാഗതം ചെയ്ത് കെ സുരേന്ദ്രൻ. കെ മുരളീധരൻ ഇനി ജയിക്കണമെങ്കിൽ BJPയിൽ വരണമെന്ന് 24ന്റെ ആൻസർ പ്ലീസിൽ കെ സുരേന്ദ്രൻ പറഞ്ഞു. സുരേഷ് ഗോപി ജയിക്കാൻ തൃശൂരിൽ BJP 56,000 വോട്ടുകൾ പുതുതായി ചേർത്തുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ. അന്നേ പറയുന്നുണ്ടായിരുന്നു മുരളീധരൻ എത്താൻ സാധ്യതയുണ്ടെന്ന്. മുരളീധരൻ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവുമായി വലിയ ഉടക്കിലാണ്. സാധ്യതയുണ്ടോ? ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് കാര്യം പറഞ്ഞിരുന്നു. മുരളീധരൻ തൃശ്ശൂരിൽ 3ാം സ്ഥാനത്താവും. ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ ജയിക്കണമെങ്കിൽ BJPയോടൊപ്പം വരേണ്ടി വരും. തൃശ്ശൂരിൽ ദയനീയമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന കെ മുരളീധരനെ BJP ലക്ഷ്യമിടുകയാണ്. ഇനി ജയിക്കണമെങ്കിൽ കെ മുരളീധരൻ കോൺഗ്രസ് വിട്ട് BJPയിൽ വരണമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത്. ഇത് BJPയുടെ കൃത്യമായ നിലപാടാണ്. കോൺഗ്രസിൽ നിന്നു മാത്രമല്ല CPMൽ നിന്നും നിരവധി നേതാക്കൾ BJPയിലേക്ക് എത്തുമെന്നും സുരേന്ദ്രൻ വെളിപ്പെടുത്തി. ചില നേതാക്കളുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സുരേന്ദ്രൻ പറയുന്നു. അതിപ്പം 2024 ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സർക്കാർ വന്നതിന് ശേഷം ധാരാളം ആൾക്കാർ ഇനിയും BJPയിലേക്ക് വരും. CPM എന്നുണ്ടാവും? എല്ലാ പാർട്ടികളിൽ നിന്നുണ്ട്. CPM അണികൾ എത്ര കൂട്ടത്തോടെ ഒഴുകി ഇങ്ങോട്ട് വന്ന് നേതാക്കൾ വരാനുള്ള സാധ്യത. പിണറായി വിജയൻ്റെ ബൂത്തിലെ BJPക്ക് എത്ര വോട്ട് കൂടിയെന്ന് നിങ്ങൾക്ക് അറിയാലോ. പിണറായി വിജയൻ്റെ ബൂത്തിൽ. അതേസമയത്ത് ഞങ്ങളെ ആരുടെയും ബൂത്തിൽ CPMന് വോട്ട് കൂടിയിട്ടില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ലക്ഷ്യം വെച്ചാണ് BJP ആസൂത്രണം ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും കൂടുതൽ കേന്ദ്രമന്ത്രിമാർ ആവശ്യപ്പെടുമോ എന്ന ചോദ്യത്തിന് ആവശ്യപ്പെടാതെ തന്നെ കിട്ടുമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ മറുപടി. മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് BJPക്ക് ലഭിച്ചില്ലെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകൾ വൻതോതിൽ പോൾ ചെയ്തു എന്നും കെ സുരേന്ദ്രൻ പറയുന്നു. തൃശൂരിലെ വിജയത്തിന് പിന്നിലുള്ള
രഹസ്യവും കെ സുരേന്ദ്രൻ 24-ന്റെ ആൻസർ പ്ലീസിൽ വെളിപ്പെടുത്തി. അതേസമയം അവിടെ പാർട്ടി സംവിധാനം നിങ്ങളാരും കാണാത്ത അല്ലെങ്കിൽ പുറം ലോകം അറിയാത്ത വലിയ പരിശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. 56,000 പുതിയ വോട്ടർമാരെ അവിടെ ചേർത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിലും അത്രയും വോട്ടർമാർ. ഞാൻ ആ ജില്ലാ ഘടകത്തെ ഞങ്ങൾ എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ തന്നെ ഞങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി. തൃശ്ശൂർ മണ്ഡലത്തിൽ BJP 56,000 വോട്ടുകൾ ചേർത്തുവെന്നതാണ് കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത്. ഇത് മറ്റു മണ്ഡലങ്ങളിൽ നിന്നും മാറ്റി ചേർത്തതാണോ എന്ന ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല. ദേശീയ തലത്തിൽ BJPക്ക് തിരിച്ചടിയുണ്ടായപ്പോഴും കേരളത്തിൽ അക്കൗണ്ട് തുറന്ന സാഹചര്യത്തെ കൃത്യമായി ഉപയോഗിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളാണ് BJP ലക്ഷ്യമിടുന്നത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. സംസ്ഥാന സർക്കാരിനെയും ഇടതുപക്ഷത്തെയും വിമർശിച്ച യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസിന് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. പുരോഹിതന്മാരുടെ ഇടയിലും ചില വിവരദോഷികൾ ഉണ്ടാകും, അതാണ് ആ വാചകത്തിലൂടെ കണ്ടത്. സർക്കാർ ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ഉടൻ ലഭ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനംവകുപ്പ് വ്യാജ പരാതിയിൽ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്ത 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാൽ ജയിൽ മോചിതനായി. ഇരിങ്ങാലക്കുട സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ റൂബിന് ചാലക്കുടി ജനകീയ കൂട്ടായ്മ സ്വീകരണം നൽകി. കള്ളക്കേസിൽ കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതൊരു പാഠമായിരിക്കണമെന്ന് റൂബിൻ ലാലിന്റെ മാതാവ് പ്രതികരിച്ചു. കഴിഞ്ഞ മാസം 27 മുതൽ ദിവസങ്ങൾ നീണ്ട ജയിൽവാസം, നിയമപരമായും അല്ലാതെയുമുള്ള പോരാട്ടങ്ങൾ. ഒടുവിൽ 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാൽ ജയിൽ മോചിതനായി. ജസ്റ്റിസ് CS ഡയസിന്റെ സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചതോടെയാണ് റൂബിൻ ജയിൽ മോചിതനായത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിയെന്ന പ്രതിഭാഗം വാദം കോടതി മുഖവിലക്കെടുത്തു. മനുഷ്യത്വരഹിതമായ നടപടിയാണ് അതിരപ്പള്ളി CI ആൻഡ്രിക് ഗ്രോമിക്കിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് റൂബിൻ ലാൽ. അതിരപ്പള്ളി CIയുടെ ഭാഗത്തു നിന്ന് ക്രൂരമായ മർദ്ദനാണ് എനിക്ക് പോലീസ് ജീപ്പിൽ വെച്ച് ഉണ്ടായത്. കുരക്കിൽ പിടിച്ച് ഞെക്കി പിടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ മൊബൈൽ ഫോൺ വാങ്ങി റോഡിലെറിഞ്ഞ് ഉടയ്ക്കുന്ന സംഭവം ഉണ്ടായി. എന്നെ അസഭ്യ വർഷമായിരുന്നു. ഒരു 15-20 മിനിറ്റോളം അസഭ്യം തന്നെയാണ് എന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. റൂബിന് ജയിലിൽ വധഭീഷണിയുണ്ടായിരുന്നു. ജാമ്യം ലഭിച്ചത് ആശ്വാസം നൽകുന്ന കാര്യമാണെന്ന് റൂബിൻ ലാലിന്റെ അമ്മ പറഞ്ഞു. 24കാർ വേണ്ട നേരത്തെ എത്തിയ കാരണം എൻ്റെ മോൻ്റെ ജീവൻ തിരിച്ചു കിട്ടി. എനിക്ക് മരിക്കണവരെ എൻ്റെ 2 മക്കളെയും കണ്ടുകൊണ്ട് മരിക്കണമെന്ന് ഒരൊറ്റ വിചാരമുള്ളൂ. അച്ഛൻ മരിച്ചു പോയിട്ട് ഞാൻ അതിനുവേണ്ടി ഞാൻ ജീവിക്കുന്നത്. 24ന്റെ വിജയമെന്ന് എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്. മാധ്യമപ്രവർത്തകരുടെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഇതൊരു വലിയ പോരാട്ടത്തിന്റെ തുടക്കമാണ്. വനം കൊള്ളയും അതുപോലെ തന്നെ അഴിമതിയും പുറത്തു കൊണ്ടുവരുന്ന കാര്യത്തിൽ 24 അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. മെയ് 27 രാത്രിയാണ് റൂബിൻ ലാലിനെ അതിരപ്പള്ളി CIയുടെ നേതൃത്വത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു നടപടി. വിഷയത്തിൽ അതിരപ്പള്ളി CIയെ സംരക്ഷിച്ചാണ് ചാലക്കുടി DYSP അശോകൻ റിപ്പോർട്ട് നൽകിയത്. ശക്തമായ പ്രതിഷേധമുണ്ടായതോടെ ആരോപണ വിധേയനായ അതിരപ്പള്ളി CIയെ സസ്പെൻഡ് ചെയ്തു. കേസ് നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.